മണ്ണിന്റെ മണമുള്ള സംവിധായകൻ എന്ന വിശേഷണം കേട്ട എണ്ണം പറഞ്ഞ സംവിധായകരുള്ള ഇൻഡസ്ട്രിയാണ് ഹോളിവുഡ്. തങ്ങളുടെ ജനിച്ച നാടിന്റെ പാരമ്പര്യവും ലെഗസിയുമെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ അതിമനോഹരമായി അവതരിപ്പിച്ചതിനാലാണ് അവർക്ക് ആ വിശേഷണം ചാർത്തി കിട്ടിയത്. എന്നാൽ ഈ കൂട്ടത്തിലെ ദി മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ലെജൻഡറി ഫിലിം മേക്കർ, അതാണ് തമിഴ് സിനിമകളുടെ ഗ്രാമീണ കവി യക്കുനർ ഇമയം ശ്രീ ഭാരതിരാജ. 1941 ജൂലൈ 17 തേനി ജില്ലയിലെ അല്ലിനഗരം ഗ്രാമത്തിൽ പെരിയമായ തേവരുടെയും കറുത്തമ്മാളിന്റെയും മകനായിരുന്നു ചിന്നസ്വാമി എന്ന പേരിൽ ജനിച്ച ഭാരതിരാജ. കുട്ടിക്കാലം മുതൽ എഴുത്തും നാടകവും സിനിമയും അദ്ദേഹത്തെ വല്ലാണ്ട് സ്വാധീനിക്കുകയുണ്ടായി. സഹസംവിധായകനായി തുടങ്ങിയ തന്റെ യാത്ര പിന്നീട് ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ സംവിധായകരിൽ ഒരാളായി അദ്ദേഹത്തെ മാറ്റി. 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. കമൽഹാസൻ, ശ്രീദേവി, രജനീകാന്ത് തുടങ്ങിയവരെ പുതിയ രീതിയിൽ അവതരിപ്പിച്ച ഈ ചിത്രം തമിഴ് സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വലിയ വഴിത്തിരിവായി മാറി. സ്റ്റുഡിയോ സെറ്റുകൾക്ക് പകരം യഥാർത്ഥ ഗ്രാമങ്ങൾ, മലനിരകൾ, കാട്, പുഴ, പ്രകൃതി എന്നിവയിലേക്ക് ക്യാമറ കൊണ്ടുപോയി ഗ്രാമീണ യാഥാർത്ഥ്യം, മനുഷ്യബന്ധങ്ങളുടെ സൂക്ഷ്മതകൾ, സ്ത്രീ ജീവിതം എന്നിവയെ ആഴത്തിൽ ചിത്രീകരിച്ച് പുതിയ ഒരു സിനിമാ യുഗം തുടങ്ങിവെച്ചു ഭാരതിരാജ. കിഴക്കേ പോകും റെയിൽ, സിഗപ്പ് റോജാക്കൾ, അലൈകൾ ഓയ്വതില്ലേ, മുതൽ മര്യാദ, വേദം പുതിത്, കറുത്തമ്മ, കിഴക്ക് ചീമയിലെ, അന്തിമന്താരൈ, കടൽപ്പൂക്കൾ തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ മഹത്തായ സൃഷ്ടികളാണ്. ജാതി, സാമൂഹിക അസമത്വങ്ങൾ, പ്രണയം, കുടുംബ ബന്ധങ്ങൾ എന്നിവയിലെ ശരികേടുകളെയെല്ലാം ധൈര്യത്തോടെ വിമർശിച്ച സംവിധായകൻ കൂടിയാണ് ഭാരതിരാജ. തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അദ്ദേഹം കാർത്തിക്, രേവതി, രാധ, രാധിക, സത്യരാജ് തുടങ്ങിയ ഒട്ടേറെ പുതിയ താരങ്ങളെ സിനിമയ്ക്ക് സമ്മാനിച്ചു. ഭാഗ്യരാജ്, മണിവണ്ണൻ പോലുള്ള സംവിധായകരും അദ്ദേഹത്തിന്റെ സ്കൂളിൽ നിന്ന് വന്നവരാണ്. അദ്ദേഹത്തിന്റെ കലാവീക്ഷണം വളരെ ലളിതവും എന്നാൽ ശക്തവുമായിരുന്നു. എന്നിനിയ തമിഴ് മക്കളെ എന്ന് പ്രേക്ഷകരോട് നേരിട്ട് സംസാരിക്കുന്ന തനതായ ശൈലി, നാച്ചുറൽ ലൈറ്റിംഗ്, ഒറിജിനൽ ലൊക്കേഷൻസ് എന്നിവയിലൂടെ സിനിമയെ യാഥാർത്ഥ്യത്തോട് ഏറെ അടുപ്പിച്ചു. ഗ്രാമീണ ജീവിതത്തിന്റെ സൗന്ദര്യവും ഒപ്പം ക്രൂരതകളും ഒരുപോലെ കാണിച്ച അദ്ദേഹം തമിഴ് സിനിമയെ സ്റ്റുഡിയോകളിൽ നിന്ന് യഥാർത്ഥ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. 6 ദേശീയ പുരസ്കാരങ്ങൾ, 4 ഫിലിം ഫെയർ സൗത്ത് പുരസ്കാരങ്ങൾ, 6 തമിഴ്നാട് സംസ്ഥാന പുരസ്കാരങ്ങൾ, നന്ദി അവാർഡ്, 2004 രാജ്യത്തെ പരമോന്നത ബഹുമതികളിലൊന്നായ പത്മശ്രീ എന്നീ നേട്ടങ്ങളും അദ്ദേഹം സ്വന്തമാക്കി. മണിരത്നം, ബാല തുടങ്ങിയ പിന്നീടുള്ള തലമുറകളെ അദ്ദേഹം ഒരുപാട് സ്വാധീനിച്ചു. ഗ്രാമീണ കഥകളെ മെയിൻ സ്ട്രീം ആക്കി പുതിയ തലമുറയ്ക്ക് മുന്നിൽ സ്റ്റഡി മെറ്റീരിയൽ ആക്കി വെക്കാൻ അന്നത്തെ കാലത്ത് തന്നെ ഭാരതിരാജയ്ക്ക് സാധിച്ചു. ഭാരതിരാജ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിനിമ പോലുള്ള സംരംഭങ്ങളിലൂടെ അറിവ് പങ്കുവച്ചു. അവസാന കാലത്ത് നടനായും പ്രവർത്തിച്ച അദ്ദേഹം ആയുധ എഴുത്ത്, പാണ്ഡ്യനാട്, നമ്മ വീട്ടുപിള്ളൈ, റോക്കി, തിരുച്ചിത്രമ്പലം എന്നീ സിനിമകളിൽ പ്രധാന ആകർഷണമായിരുന്നു. ഒടുവിൽ തുടരും സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്റർ പഴനിസ്വാമിയായി മലയാളി പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്കും അദ്ദേഹം ഏറെ അടുത്തു. മകൻ മനോജ് ഭാരതിരാജയുടെ മരണം ഭാരതിരാജയെ അങ്ങേയറ്റം പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു. ഭാരതിരാജ ചിത്രങ്ങൾ ഇന്നും നമ്മുടെ ഉള്ളിലെ ഗ്രാമീണതയെ ഉണർത്താറുണ്ട്. അദ്ദേഹം തമിഴ് സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ യാഥാർത്ഥ്യത്തിന്റെയും മാനവികതയുടെയും പ്രതീകമായി എന്നും നിലനിൽക്കും. ഒരു ഗ്രാമീണ യൗവനത്തിന്റെ സ്വപ്നങ്ങൾ വലിയ സിനിമാ ലോകത്ത് എങ്ങനെ യാഥാർത്ഥ്യമാക്കാമെന്നതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഭാരതിരാജയുടെ ജീവിതം. ആ അനശ്വര സ്മരണയ്ക്ക് മുന്നിൽ ഹൃദയപൂർവ്വം ആദരാഞ്ജലികൾ.